പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വൈകവേളയിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പാസ്റ്റർ ബെൻസന് കുടുംബം ഗുജറാത്തിൽ ജാംനഗറിൽ ദൈവവേലയുള്ള ബന്ധത്തിൽ ഷാരോൺ ഫെലോഷിപ്പിൻ്റെ ശുശ്രൂഷകനായി നിൽക്കുമ്പോൾ തന്നെ അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൊടുത്ത കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥനാധ്വനി എന്ന ഒരു ചെറിയ മാസിക തുടങ്ങുവാനും അത് ഇത്രത്തോളം വിപുലകരമായ രീതിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അദ്ദേഹത്തിന് സഹായിച്ചതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ലോകത്തിലെ ഏകദേശം 16 രാജ്യങ്ങളിലായി പ്രാർത്ഥനാധ്വനിയുടെ ചാപ്റ്ററുകൾ തുടങ്ങുകയും പ്രാർത്ഥനയുടെ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി ആ കർത്തദാസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ 16 ചാപ്റ്ററുകളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥനാ സഹകാരികളായി നിന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാൽ കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും എൻ്റെയും കുടുംബത്തിൻ്റെയും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇങ്ങനൊരു അവസരം കർത്താവ് ഒരുക്കി തന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മളിവിടെ ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവത്തോടെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. അതിനായി നമുക്ക് ഒരുങ്ങാം. ഇന്ന് രാത്രിയിൽ വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ഒരു വിഷയം നൽകിയിട്ടുണ്ട്. ഈ മാസം മുഴുവനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള വിഷയമാണ് നമുക്ക് ഈ മാസത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാമെന്ന് വരികിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വിഷയം തന്നെയാണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത്. ലോകം ഇന്ന് വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ കൂടിയും കുടുംബങ്ങളൊക്കെയും വിവിധങ്ങളായ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൽ ആശ്രയം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയം എത്രയുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ വിഷയത്തിൻ്റെ മുന്നിൽ ചിന്തിക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വിഷയമാണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത്. ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ വിവിധങ്ങളായ രീതിയിൽ പലതിലും നാം ആശ്രയിക്കാറുണ്ട്. എന്നാൽ ലോകത്തിൽ ആശ്രയം നമുക്ക് ദൈവത്തിലാണെങ്കിൽ മാത്രമേ സ്ഥിരമായ രീതിയിൽ, നിശ്ചയമായ രീതിയിൽ നന്മകൾ പ്രാപിച്ചുകൊണ്ട്, വിടുതലുകൾ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ധ്വനി നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. മറ്റെന്തിലൊക്കെയും ആശ്രയിക്കുന്നതായിട്ടുള്ള ഒരു ധ്വനി അവിടെ നിറഞ്ഞു നിൽക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കും. ലോകം വിവിധങ്ങളായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ജീവിക്കുവാൻ വേണ്ടി മനുഷ്യർക്ക് പലവിധ ആശ്രയങ്ങൾ ആവശ്യമായിരിക്കുന്നു. ഒരു മനുഷ്യനും ഈ ലോകത്തിൽ മറ്റൊരാശ്രയമില്ലാതെ നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. അഥവാ അങ്ങനെ തോന്നുന്നുവെന്ന് വരികിൽ അതിൻ്റെ പിന്നിലെ പ്രവർത്തനം ദൈവികമല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വലിയവരായാലും ചെറിയവരായാലും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവരുടെ ജീവിതത്തിൽ വിടുതലും ആശ്വാസവും സമാധാനവും സന്തോഷവും ലഭിക്കുമെന്നുള്ളതിന് യാതൊരുവിധമായ സംശയവുമില്ല.
ഇന്ന് രാത്രിയിലെ വിചിന്തനത്തിനായിട്ട് ഞാൻ ഒരു വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാനായി താല്പര്യപ്പെടുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 125 നിന്ന് അതിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. സങ്കീർത്തനങ്ങൾ 125 അതിൻ്റെ 1-ാമത്തെ വാക്യം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. നാം പലപ്പോഴും കേട്ടിട്ടുള്ളതും പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയും പറയാറുള്ളതായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിൽ വായിച്ചു കേട്ടത്. യഹോവയിൽ ആശ്രയം വയ്ക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു എന്ന് വിശുദ്ധ വചനം നമ്മെ പഠിക്കുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. നാം ദൈവത്തിന്റെ ഹല്ലേലൂയ കരുതലിന്റെ കീഴിൽ നാം ആയി വരേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം നാം കുലുങ്ങാത്തവരായി നിൽക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജീവിതത്തിന്മേൽ കടന്നു വരുന്ന എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതികൂലങ്ങളും എല്ലാ പ്രതിസന്ധികളും മാറ്റിത്തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആകയാൽ ഈ രാത്രിയിൽ അതിനുവേണ്ടി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കുലുങ്ങാത്തവരായി കൃപയോടെ നിൽക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ തന്നെ മറ്റൊരു വേദഭാഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 20-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായി യഹോവയിൽ ആശ്രയിക്കുന്നു. അപ്പോൾ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ പലർക്കും പലതുമുണ്ട്. പണ്ടുകാലങ്ങളിൽ യുദ്ധത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന രഥങ്ങളും കുതിരകളും ഒക്കെ ഒരു പരിധിവരെ മാത്രമേ അവർക്ക് ജയം കൈവരിക്കുവാനായി കഴിഞ്ഞുള്ളൂ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഞങ്ങൾ അതേ കുലുങ്ങാത്തവരായി നിൽക്കുവാൻ, പതറാത്തവരായി നിൽക്കുവാൻ, വിജയം കരസ്ഥമാക്കുവാൻ, ജീവിതത്തിന്റെ പ്രതിസന്ധികളെയൊക്കെയും അല്ലെങ്കിൽ തരണം ചെയ്തുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ നമുക്ക് അത്യന്താപേക്ഷിതം ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സന്ദേശം ഇന്ന് രാത്രി കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവർ പറയാനുള്ളത്, നമ്മുടെ ആശ്രയം ഈ ലോകത്തിലുള്ളതിലല്ല, മറിച്ച് ക്രിസ്തുവിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമായി തീരട്ടെ, സഹായമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 118 അതിന്റെ 9-ാം വാക്യം 8-9 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഈ ലോകത്തിലെ മനുഷ്യരിൽ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്, പ്രഭുക്കന്മാരിലൊക്കെ നാം ആശ്രയിക്കാറുണ്ട്. പക്ഷേ അതിനൊക്കെയും പരിമിതികളുണ്ട്, അതിനൊക്കെയും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എല്ലാ വിഷയത്തിന്റെ മേലും പ്രവർത്തിക്കുവാൻ പരിമിതികളില്ലാതെ കണ്ട് കൃപയോടുകൂടി നമ്മെ പരിപാലിക്കുവാൻ കഴിവുള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ ദൈവമായ യഹോവയിൽ മാത്രമാകുന്നു. വിശുദ്ധ വചനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അനേക ഭാഗങ്ങളിൽ പ്രിയപ്പെട്ട പഴയ മുതൽ മുമ്പോട്ട് പഠിക്കുമ്പോൾ അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം അവരുടെ ആശ്രയമായിരുന്നത് കൊണ്ട്, ദൈവം സങ്കേതമായിരുന്നത് കൊണ്ട്, ദൈവം കോട്ടയായിരുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഏറിയ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് മുന്നോട്ട് പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അങ്ങനെ ആ ആദിമ പൂർവ്വപിതാക്കന്മാരും മുതൽ ഇങ്ങോട്ട് ഇതുവരെയും ആ ദൈവിക കരുതലില് ദൈവം നമ്മെയും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അവരെല്ലാം യഹോവയിൽ ആശ്രയിച്ചു. ദൈവം അവരെ എല്ലാവരെയും കൺമണി പോലെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോഴ് രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കാതെ കണ്ട്, ഈ ലോകത്തിലുള്ളതിൽ ആശ്രയിക്കാതെ കണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികളിൽ ആശ്രയിക്കാതെ കണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിൽ ആശ്രയിക്കാതെ കണ്ട്, നമ്മളെ അല്ലെങ്കിൽ ധനവാന്മാരിൽ ആശ്രയിക്കാതെ കണ്ട്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ കണ്ട് ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാത്തവരായി പരിപാലിക്കുവാൻ കഴിവുള്ളൊരു ദൈവമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നാം പകരം ചെയ്യേണ്ടതായിട്ടുണ്ട്. നാം അവർക്ക് പകരമായിട്ട് പ്രത്യുപകാരമായി പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ല എന്നിവരിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം ഒരു കണക്ക് ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ്
ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മെ വിടുവിക്കുന്ന, കരുതുന്ന, സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉള്ളതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ശക്തികൾക്കെതിരെ അതിൻ്റെതായ ഉപദ്രവങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, അതിൻ്റെതായ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പൈശാചിക മേഖലകളിലായാലും അല്ലാത്ത മേഖലകളായാലും അതിൻ്റെതായ ഉപദ്രവങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മെ വിടുവിക്കുവാൻ ഈ ലോകത്തിന്റെ ശക്തികൾക്കാർക്കും കഴിയുന്നില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതാണ് യെശയ്യാ പ്രവചനം 25-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിൽ വരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ ദൈവം എളിയവർക്ക് ഒരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തില് ഒരു തണലും ആയിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ ദൈവവേദനെ, അപ്പോൾ ഭയങ്കരന്മാരുടെ ചീറ്റല് നമ്മൾക്ക് നേരെ, നമ്മുടെ മതിലിനു പേരെ ആഞ്ഞടിക്കുമ്പോൾ ദൈവമാണ് എളിയവർക്കും ദരിദ്രനും കഷ്ടത്തിലിരിക്കുന്നവർക്കും ഹല്ലേലൂയ സഹായകനായി കൂടെ ഇരിക്കുന്നത്. ആ കൊടുങ്കാറ്റിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു ശരണമായി, ആ ഉഷ്ണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു ഹല്ലേലൂയ തണലായിട്ട്, ഹല്ലേലൂയ ആ ഭാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ദുഃഖത്തിൽ നിന്ന് വിടുവിക്കുവാൻ അവരൊരു ദുർഗമായി നമ്മളോട് കൂടെയുള്ളതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൽ പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ നമ്മെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു ദൈവം മാത്രമാണത്. നമ്മുടെ യഹോവയായ ദൈവമാണ്. കാരണം പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ച ആ വലിയ സ്നേഹത്തിന്റെ ഫലമായിട്ട് സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്തിരുന്നതായ ഓമനപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ഹല്ലേലൂയ കാൽവറി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ഊട്ടിത്തന്ന ആ സർവശക്തനായ ദൈവത്തെ, ആ ക്രിസ്തുവിനെ നാം ആരാധിക്കുകയും നാം സ്തുതിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിശ്ചയമായി നമുക്ക് വിടുതലുണ്ട്. കാരണം പിതാവായ ദൈവത്തിന്റെ സ്നേഹത്താലാണ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു തന്നതാകയാൽ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായി കൈകൊണ്ട്, യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആശ്വാസമായി കണ്ടുകൊണ്ട് അവനെ വിശ്വസിച്ച് അവന് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം ഈ രാത്രികാലം നമ്മെ ഒരു പ്രാവശ്യം കൂടി സമർപ്പിക്കുന്നുവെന്ന് വരികിൽ നിശ്ചയമായും ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് വേണ്ടി, പുതിയ നിയമ വ്യക്തികൾക്ക് വേണ്ടി പുതിയ നിയമത്തിലും അതെ ദൈവത്തിന്റെ സഹായത്താലാണ് ദൈവദാസന്മാരും അല്ലെ അപ്പോസ്തലന്മാരും മറ്റുള്ളവരൊക്കെയും മുന്നോട്ട് പോകുവാനിടയായിത്തീരുന്നത്. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പടകുകൾ ആഞ്ഞടിക്കുന്ന സമയത്ത് കടലിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, അക്കരയ്ക്ക് പറന്നു പോകുവാനായിട്ട് പറയുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ വലിയ കൊടുങ്കാറ്റ് അവരുടെ ജീവിതത്തിന്മേൽ കടന്നു വന്നു. വലിയ പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. രാത്രികാലം അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. കൊടുങ്കാറ്റുകളും ഓളങ്ങളും തിരമാലകളും കടന്നു വന്നപ്പോൾ തകർന്നു പോകാതെ കണ്ട് ഹല്ലേലൂയ ആ സമുദ്രത്തിന്റെ നടുവിലും തിരമാലകളുടെ നടുവിലും നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയം എത്രമാത്രം വെളുക്കുന്നു എന്നുള്ള കാര്യം ഇന്ന് രാത്രി ചിന്തനീയമാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് വിശുദ്ധ വേദപുസ്തകത്തില് പ്രവർത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പൗലോസ് ഇപ്രകാരം പറയുന്നു: എന്റെ ഇടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതന് ഈ രാത്രി എന്റെ അടുക്കൽ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്ന രാത്രികാലം വായിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. പൗലോസ് ദൈവത്തിന്റെ നിയോഗപ്രകാരം പ്രൈസ് ദി ലോർഡ് അവന്റെ ആഗ്രഹപ്രകാരം റോമിലേക്ക് പോകുവാനൊക്കെ ആഗ്രഹിച്ചു. എന്നാൽ അവൻ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നത്. പക്ഷേ ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ റോമിൽ നിർത്തുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ നിന്ന് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ ഈശാനമൂലനായ കൊടുങ്കാറ്റ് അവരുടെ കപ്പലിനെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ആഞ്ഞടിച്ചതായ സമയത്ത് അവനും കപ്പലിലുള്ള 175 പേരും ഹല്ലേലൂയ ഭാരത്തോടെ പ്രയാസത്തോടെ രാപകലിൽ സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ പട്ടിണി കിടന്ന് ഹല്ലേലൂയ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ജീവൻ തന്നെ മരണത്തിൽ ഹല്ലേലൂയ തകർന്നുപോയി എന്ന നിമിഷത്തിലും ഹല്ലേലൂയ വളരെ നിലവിളിയുടെ മുമ്പിൽ, പ്രയാസത്തിന് മുമ്പിൽ, പ്രതികൂലത്തിന് മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ പൗലോസിന് വേണ്ടി ഇറങ്ങി വന്ന് ഹല്ലേലൂയ അവനോടൊപ്പം അന്ന് രാത്രി സംസാരിച്ചു എന്നുള്ള കാര്യം ചിന്തനീയമാകുന്നു. പ്രൈസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പടകിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കപ്പലിലുണ്ടെങ്കിൽ, ഒരു ദേശത്തുണ്ടെന്ന് ഹല്ലേലൂയ തകർന്നു പോകുവാൻ ഇടയാകാത്ത രീതിയിൽ, ജീവന് മരണഹാനി ഉണ്ടാകുവാൻ ഇടയാകാത്ത രീതിയിൽ പരിപാലിക്കുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അന്ന് രാത്രിയിൽ ഹല്ലേലൂയ പൗലോസിന് ദൂതൻ
ദൂതൻ ഇറങ്ങി നിന്നിട്ട് പൗലോസിനോട് ദൂതൻ ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ, പൗലോസേ, നീ ഭയപ്പെടേണ്ട കാര്യമില്ല, നിന്റെ ജീവന് യാതൊരു കുഴപ്പം വരുത്തില്ല. ഈ കപ്പലിലുള്ളവരെ ഞാൻ നിനക്ക് അവകാശമായി തരുന്ന, അല്ലെങ്കിൽ ഞാൻ അവർക്കും ഒരു കേടുകൂടാതെ കണ്ട് അങ്ങ് അക്കരെ എത്തിക്കുവാൻ ഞാൻ കഴിവുള്ള ദൈവമാണെന്ന് ഹല്ലേലൂയ അവിടെ പറയുന്നതായി കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിത യാത്രയിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഓളങ്ങളും തിരമാലകളും കടന്നു വരുമ്പോൾ തകർന്നു പോകുവാനിടയാകാതെ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ കഴിവുള്ള ദൈവമാകയാൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൻ അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ ഇങ്ങനെ പട്ടിണി കിടക്കാതെ കണ്ട്, ഹല്ലേലൂയ, നമ്മൾ ആഹാരം കഴിച്ച് തൃപ്തിപ്പെട്ട് ഈ പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട്. കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് ധൈര്യം തരുന്ന, ഹല്ലേലൂയ, എൻ്റെ ഉടയവനും ഞാൻ ആശ്രയിക്കുന്നവനായ എൻ്റെ ദൈവം, പ്രൈസ് ദി ലോർഡ്, എൻ്റെ ഉടയവനായ ദൈവം, ഞാൻ സ്നേഹിച്ചു നിൽക്കുന്നവനായ ദൈവം, ഹല്ലേലൂയ, കഴിഞ്ഞ ഈ രാത്രിയിൽ എന്നോടൊപ്പം നിന്ന് എന്നോട് സംസാരിക്കുന്ന, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കത്തക്ക രീതിയിൽ പൗലോസിനെ ദൈവം ഹല്ലേലൂയ ഉപയോഗിച്ചുവെന്ന് വരികിൽ ഈ രാത്രിയിൽ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം പ്രതികൂലത്തിന് നടുവിലായാലും പ്രതിസന്ധിയുടെ നടുവിലായാലും ഓളത്തിന്റെയും തിരമാലകളുടെയും നടുവിലാണെങ്കിലും കൈവിടാതെ കണ്ട് അക്കരെ എത്തിക്കുന്നൊരു ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിൽ ആഹ്വാനം പ്രാപിച്ചുകൊണ്ട് നമ്മൾ ആശ്രയം വെച്ചുകൊണ്ട് അവനിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവനിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നുവെന്ന് വരികിൽ നിശ്ചയമായും ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമെന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം വഴിയിൽ നമ്മൾ പട്ടുപോകുവാൻ അനുവദിക്കാത്ത രീതിയിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഓരോരോ വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ ഓരോരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആശ്വാസമായി നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവൻ ആശ്രയിക്കുവാൻ കഴിയുന്നൊരു ദൈവമാണ്. അവനിൽ ആശ്രയിക്കുന്നവരാരും, ഹല്ലേലൂയ, നിരാശപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല എന്ന് വിശുദ്ധ വചനവും ജീവിതത്തിന്റെ അനുഭവങ്ങളും നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എന്റെ ജീവിതത്തിൽ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ഒരു കാലമുണ്ടായിരുന്ന, രക്ഷിക്കപ്പെട്ട് കൃപയിലേക്ക് കടന്നു വന്നതിന് ശേഷം ജീവിതത്തിന്റെ പല സാഹചര്യങ്ങൾക്കും മാറ്റം വരുവാനിടയായി തീർന്നു. പരാജയത്തിന്റെ നടുവിലായിരുന്ന എന്നെ ദൈവസന്നിധാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ക്രിസ്തീയത ദൈവിക വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ദൈവത്തിന്റെ കൃപയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ജീവിതത്തിനാകമാനം മാറ്റം വരുവാനിടയായി തീർന്നു. ഈ നിലയിലൊക്കെയും ദൈവം പരിപാലിച്ചതായി അനുഭവം പറയുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പ് എന്തായിരുന്നു ഇത്, ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു ചിന്തിച്ചു കഴിഞ്ഞാൽ, മുമ്പുള്ളത് പരാജയമായിരുന്നു, ഇന്നുള്ളത് വിജയത്തിലേക്ക് നയിക്കുവാനിടയായി. എല്ലാത്തിലുപരിയായി അരുമനാഥന്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ സമയങ്ങളിൽ ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി ദൈവഹവേൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യത്തക്ക രീതിയിൽ നാം ഒരുക്കപ്പെടുന്നുവെന്ന് വരികയും കൃത്യമായും അവന്റെ കാഹളധ്വനിയെങ്കിൽ അവനോടുകൂടെ ആ ശബ്ദം കേൾക്കുവാനും അവനോടുകൂടെ എടുക്കപ്പെടുവാനും ഇടയായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യാക്കോബിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ, യാക്കോബ് അത് തന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നേടി, ഒരുപാട് പരാജയങ്ങളൊക്കെ ഉണ്ടായി. അവസാനം തന്റെ അമ്മായിയപ്പന്റെ ഭവനത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ തന്റെ രണ്ട് കൂട്ടമായി കടന്നു വരുമ്പോൾ, രണ്ട് കൂട്ടമായി നിർത്തിക്കൊണ്ട് സകലതും നേടി സ്വദേശത്തെ കടന്നു വരുന്നതായ സമയത്ത്, ഹല്ലേലൂയ, അവന്റെ ഉള്ളിൽ ഒരു ഭയം നിറഞ്ഞതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ഭയത്തിന്റെ മുമ്പിൽ, ഹല്ലേലൂയ, അവൻ ആകപ്പാടെ പകച്ചു പോകുവാനിടയായി തീർന്നു. അങ്ങനെ അവന് അന്ന് രാത്രിയിൽ അവൻ ദൈവസന്നിധാനത്തിൽ ബോകടവിന്റെ തീരത്ത് ഇരുന്നു കൊണ്ട് ദൈവത്തോട് പറയുവാനിടയായി തീർന്നു, കർത്താവേ, ഞാൻ ഈ നദി കടക്കുന്നതായ സമയത്ത് ഞാൻ ഒരു വടിയോടും കൂടെ മാത്രം നീ എന്നെ ഈ നദി കടത്തിവിട്ടു, എന്നാൽ ഇപ്പോൾ ഞാൻ രണ്ടു കൂട്ടമായി മടങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എങ്കിലും എന്റെ മുമ്പിൽ ഇതൊക്കെയും ഉണ്ടെങ്കിൽ, അന്ന് ഞാൻ ഏകനായി കടന്നുപോയി. ഇന്ന് എനിക്ക് ഭാര്യമാരും മക്കളൊക്കെ ഉണ്ട്, സകലതുമുണ്ട്, ദാസന്മാർ ദാസിമാര്, സ്വത്ത്, മൃഗങ്ങള്, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും മുന്നോട്ടുള്ള എന്റെ യാത്ര അത്ര ശരിയായി എനിക്ക് തോന്നില്ല. ഞാൻ എന്റെ സഹോദരനെ ഭയപ്പെടുന്നു. കഴിഞ്ഞ ഹല്ലേലൂയ എന്റെ ജീവിതത്തിന്റെ യാത്രയുടെ തുടക്കത്തിൽ ഓടുവാൻ തന്നെ കാരണം എന്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, അവനെ ഞാൻ കൊല്ലുമെന്നുള്ള വാക്കിന്റെ പുറത്താണ് ഞാൻ ഓടുവാൻ ഇടയായി തീർന്നത്. എന്നാൽ എന്നെ ഇത്രത്തോളം കരുവാലിച്ച് 20 വർഷത്തിന് ശേഷം മടങ്ങി വരുമ്പോഴും ഭയം അവനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, ജീവിതത്തിൽ നാം എന്തു നേടിയെന്ന് പറഞ്ഞാലും, എന്തെല്ലാം
സമ്പാദിച്ചു എന്ന് പറഞ്ഞാലും ഹല്ലേലൂയ ജീവിതത്തിൽ സമാധാനമില്ല എന്ന് വരികിൽ, സന്തോഷമില്ല എന്ന് വരികിൽ ജീവിതം ഒരു ഹല്ലേലൂയ ഒരു മിഥ്യയായി തീരുന്നു, അല്ലെങ്കിൽ ഈ ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്ത രീതിയിൽ ആയിത്തീരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്ന രാത്രികാലം എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരെ, ഈ രാത്രികാലം നമ്മുടെ ഭയമെല്ലാം യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകുവാനിടയായി തീരട്ടെ. ജീവിതത്തിന്റെ പരാജയങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകുവാനിടയായി തീരട്ടെ. നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ദൈവം, നമ്മുടെ പ്രതികൂലങ്ങളെ മാറ്റിത്തരുവാൻ കഴിവുള്ളതായ ദൈവം, നമ്മുടെ അവസ്ഥകളൊക്കെ മാറ്റിത്തരുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആരെങ്കിലും ഈ ശബ്ദം ഇന്ന് രാത്രിയിൽ പുതിയതായി കേൾക്കുന്നുവെന്ന് വരികിൽ ഈ ദൈവകൃപയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമാണ്. എനിക്കറിയാം ഈ കാലഘട്ടത്തിൽ മീഡിയയിൽ ദൈവത്തിന്റെ വചന ശക്തമായി അനേക ഇടങ്ങളിൽ ശക്തന്മാരായ ദൈവദാസന്മാർ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വളരെ വലിയ വലിയ മെസ്സേജുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പല വലിയ വിടുതലുകൾ അവിടങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ഒരിക്കലും ഹല്ലേലൂയ പോയി വൃഥാ മടങ്ങി വരുന്നതല്ല, അത് കാര്യം സാധിച്ച് മടങ്ങി വരുന്നതാകയാൽ ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ രാത്രിയിലും ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ പരിപാലിക്കപ്പെടട്ടെ, ദൈവത്തിന്റെ ശക്തിയിൽ നമ്മൾ പരിപാലിക്കപ്പെടട്ടെ. ഭയങ്ങളാലും ഭാരങ്ങളാലും പ്രയാസങ്ങളാലും ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായി വിടുതൽ തരുവാൻ കഴിവുള്ള ദൈവമാണ്. ദൈവത്തിന്റെ കൃപ നിശ്ചയമായി നമ്മോടൊപ്പം നമ്മെ പരിപാലിക്കുവാനും നമ്മെ സൂക്ഷിക്കുവാനും കഴിവുള്ള ദൈവമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അനേക ഭക്തന്മാരുടെ ജീവിതം ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുവാൻ തക്കവണ്ണം ഈ രാത്രി സമയമില്ലാത്തത് കൊണ്ട് ഞാനതിന് മുതിരുന്നില്ല. എങ്കിലും എല്ലാവരും ചിലരുടെയൊക്കെ കാര്യങ്ങൾ ഞാനിങ്ങനെ തൊട്ടു പറയുവാനായിട്ടിടയായി തീർന്നു. അവസാനം ഞാൻ ഒരു വേദവാക്യം കൂടി ഇന്ന് രാത്രികാലം നിങ്ങളെ വായിച്ചു കേൾക്കുവാൻ താല്പര്യപ്പെടുന്നു. അത് രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഈ വിഷയത്തെപ്പറ്റിയും നാം പലപ്പോഴും അനേക പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴിലെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ യഹോവ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്നാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ കൃപയിൽ ഇവിടെ ആശ്രയിച്ചു വന്നിരിക്കുന്ന രൂത്തിനെ പറ്റിയാണ് പറയുന്നത്. രൂത്തിന്റെ നവോമിയുടെ മരുമകളായ രൂത്തിനെ പറ്റി അതിനെപ്പറ്റി ഒന്നും എടുത്ത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ബോവാസിന്റെ വയലിൽ കടന്നു വന്ന രൂത്തിനെ പറ്റിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവള് ഒരു തീരുമാനമെടുത്തിരുന്നു. തന്റെ ഭർത്താവ് മരിച്ചുപോയി, തന്റെ അമ്മായിയപ്പൻ മരിച്ചുപോയി, മോബാബ്യ ദേശത്ത് പാർക്കുന്ന അവള് ഒരു തീരുമാനമെടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാന് എന്റെ അമ്മായിയമ്മയോട് കൂടെ, എന്റെ മാതാവിനോടുകൂടെ അവരുടെ ദൈവത്തിൽ ആശ്രയിച്ച്, അവരുടെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, അവളിൽ ആശ്രയം വെച്ചുകൊണ്ട് അവര് പാർക്കുന്ന ദേശത്ത് അവരുടെ ജനത്തിന്റെ നടുവിലേക്ക് കടന്നു ചെല്ലുമെന്നുള്ളൊരു തീരുമാനം അവൾ എടുത്തതായി 1-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മെ ദൈവസന്നിധി നിർത്തുവാനിടയായി തീർക്കുന്നത്. നമ്മൾ സാഹചര്യമനുസരിച്ച് ഉലഞ്ഞു പോകുവാനല്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നുവെന്ന് വരികിൽ, അവർക്ക് വിടുതലുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നുവെന്ന് വരികിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിടുതലുകൾ ഏറ്റെടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. വേറൊരു മരുമകൾ കടന്നുപോയി. എന്നാൽ രൂത്ത് നവോമിയോട് ചേർന്നതുകൊണ്ട് സ്വന്തം ദേശം ബേത്ലഹേമിലേക്ക് കടന്നു വന്നു. മോവാബിയ സ്ത്രീയായ ആ രൂത്തിന് പറയുവാനുണ്ട്, 10 തലമുറകളെ ദൈവത്തെ ആരാധിക്കുവാൻ അവകാശമില്ലാത്ത, ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ അവകാശമില്ലാത്ത അവളെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ട് ബേത്ലഹേമിലേക്ക് കടന്നു വരണമെന്ന് വരികിൽ നിശ്ചയമായും അവളുടെ വിശ്വാസം, അവൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചത്, അവളെ അമ്മായിയമ്മയിൽ കൂടി അവൾ കണ്ട ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവള് ബേത്ലഹേമിലേക്ക് മടങ്ങി വരുവാനിടയായി തീർന്നു. അവിടെ കടന്നു വന്നതിന് ശേഷം അവള് ഹല്ലേലൂയ ഈ ആഹാരത്തിന്റെ വിഷയങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് അമ്മായിയമ്മയുടെ അനുവാദമൊക്കെ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്റെ ചാർച്ചക്കാരനായ ബോബസിന്റെ വയലിലേക്ക് കടന്നു പോകുന്നതായി കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് സംഭവങ്ങളെല്ലാം അറിയാമല്ലോ. എന്നാൽ അവിടെ കടന്നു ചെന്നതിന് ശേഷം ഹല്ലേലൂയ ബോബാസുമായുള്ള സംഭാഷണത്തിലാണ്
ബോവാസുമായുള്ള സംഭാഷണമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബോവാസിന്റെ വയലിലായതുകൊണ്ട് തന്നെ അവളെ കണ്ടതിന് ശേഷം അവളുടേതായ രീതികളെല്ലാം അവളുടെ രീതിക്കൊരു മാറ്റം വരുവാനിടയായി തീർന്നു. അവളുടെ വിളിപ്പേര് മാറുവാനിടയായി തീർന്നു. അതിന്റെ 8 മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ, കേട്ടോ മകളെ, അവളെ വിളിക്കുന്നത് തന്നെ മകളെ എന്നാണ്. ഇന്ന് വരെയും ആരും അവളെ മകളെ എന്ന് വിളിച്ചിട്ടില്ല. എന്നാൽ ബോവാസിന്റെ വയലിൽ കടന്നു വന്നപ്പോൾ അവളെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ അവളെ സ്നേഹിക്കുന്ന ഒരു ബോവാസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അവളോട് പിന്നീട് പറയുന്നു, നീ വേറൊരു വയലിൽ പോകരുത്, ഇവിടം വിടുകയും അരുത് എന്ന് അവളോട് പറയുന്നതായി കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു വയലിൽ പോകാതെ കണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ വേർപാടിനോട് ചേർന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് വേർപെട്ടവരായി ഇവിടം വിടാതെ കണ്ട് സ്ഥിരമായി നിൽക്കത്തക്ക രീതിയിൽ ഒരു സാഹചര്യം അവൾക്ക് വേണ്ടി ദൈവം ഒരുക്കി കൊടുക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ഹല്ലേലൂയ അവിടെ ഇവിടെ ഓടി നടക്കുവാനല്ല, സ്ഥിരമായ രീതിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കത്തക്ക രീതിയിൽ ചില ദൈവ പ്രവൃത്തികളൊക്കെയും ദൈവം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചെയ്തു തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിന്നീട് അങ്ങോട്ട് പറയുകയാണ്, നീ ഇവിടെ എന്റെ ബാല്യക്കാരത്തികളോട് ചേർന്നുകൊള്ളുക എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ ചെയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറയുന്നു. അവരുടെ ബാല്യക്കാരോടുകൂടെ നിന്നുകൊണ്ട് അവളുടെ നടപ്പ് ദൈവം ക്രമപ്പെടുത്തുകയാണ്. അവളുടെ ബാല്യക്കാരികളോട് ചേർന്ന് നിന്നുള്ളൊരു കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് അവൾ കടന്നു വരുവാനിടയായിത്തീർന്നു. ഇന്നലകളിലെ ശൂന്യതകൾ മാറുവാനിടയായിത്തീർന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ ശൂന്യതയുടെ നടുവിലാണ്, ഏകാന്തത അനുഭവിക്കുന്നുവെന്ന് വരികിൽ, ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വരുന്നു വരികിൽ, നമ്മളുടെ ഏകാന്തതകളെ മാറ്റി നമ്മെ സഹായിക്കുവാൻ കഴിവുള്ള ദൈവമാണ്. കൂട്ടത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നടക്കേണ്ടുന്ന വഴികളെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവത്തിന്റെ വഴികളിലേക്ക് അവന്റെ മുഖത്തേക്ക് കണ്ണുകൾ വെച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ആലോചന പറഞ്ഞു കൊടുക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഇപ്രകാരം പറയുന്നു, നീ ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ ബോവാസിന്റെ വയലിലാകുന്നുവെങ്കിൽ തന്നെയും പ്രൈസ് ദി ലോർഡ് അവളെ ഉപദ്രവിക്കുന്ന, അവൾക്കെതിരെ അതിന്റെ 15ാമത്തെ ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 15ാമത്തെ ഭാഗത്തിൽ പറയുന്നു, അവള് ഈ ബാല്യക്കാരോട് കറ്റകളുടെ ഇടയിൽ നിന്ന് പറകിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത് എന്ന് ബാല്യക്കാരോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ബോവാസിന്റെ വയലിൽ പോലും അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ നിൽക്കുമ്പോൾ ഹല്ലേലൂയ അല്ലെന്നിവരിൽ നമ്മെ തകർത്ത് കളയുവാൻ തൊക്കവണ്ണം നോക്കി നിൽക്കുന്ന, നമ്മെ ഓടിച്ചു കളയുവാൻ നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തിന് നടുവിലാണ് നാം ഏത് ദേശത്തായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും നമുക്കെതിരെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ പദ്ധതികൾ പലതും ഒതുക്കുമ്പോഴും ഹല്ലേലൂയ ദൈവത്തിന്റെ ഒരു കൃപയുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഒരു കാവലുണ്ടെന്ന് വരികിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, എനിക്കും നിനക്കും നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, വഴികളെ മാറ്റിവിരിക്കുന്ന ദൈവമാണ്. അവളുടെ പരാജയങ്ങൾ ഒന്നൊന്നായി മാറുവാൻ തുടങ്ങി, അവിടെ ശൂന്യത മാറുവാൻ തുടങ്ങി, അവൾ ഏകാന്തയാണെന്നുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുവാനിടയായിത്തീർന്നു. അവളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാനിടയായിത്തീർന്നു. അവൾക്കൊരു കൂട്ടായ്മയുണ്ടായി, അവൾക്കൊരു വയൽ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൂടാതെ കണ്ട് ഹല്ലേലൂയ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ബോവാസിന്റെ വയലിൽ അവൾ കടന്നു വരുവാൻ തക്കവണ്ണം കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർച്ചക്കാരാണെന്നതിലുപരി യാദൃച്ഛ്യമായി കടന്നു വന്നതാണെങ്കിലും ദൈവത്തിന്റെ കൃപ അവളെ കരുതിക്കൊണ്ടു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവപുസ്തകത്തിനകത്ത് പറയുന്നു, അനാഥർക്കും വിധവമാർക്കും ഹല്ലേലൂയ പറക്കിയിട്ട് കൊടുക്കുന്ന കതിരുകള് ഉടയവസ്തുവിന് പറക്കിയെടുക്കുവാൻ അധികാരമില്ല. ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, നീ വയലിലൊരു കറ്റ കെട്ടി മറന്നുപോയാൽ ഹല്ലേലൂയ നീ മടങ്ങിച്ചെന്നതെടുക്കരുത്. അത് അനാഥർക്കും വിധവമാർക്കും ഹല്ലേലൂയ ദരിദ്രർക്കും വേണ്ടി അല്ലെങ്കിൽ പരദേശികൾക്കും വേണ്ടി ഇട്ടിരിക്കണമെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പ്രമാണപ്രകാരം തന്നെയാണ് അവർക്ക് ഒരു അവസരം ലഭിച്ചെന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. എന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, യാതൊരു അവസരങ്ങളും ലഭിക്കാതെ കണ്ട്, യാതൊരു വിധമായ നന്മയും ലഭിക്കാതെ കണ്ട്, യാതൊരു വിധമായ സാധ്യതകളും ഇല്ലാതിരുന്നിടത്ത് ദൈവത്തിന്റെ വചനപ്രകാരം അല്ലെങ്കിൽ ന്യായപ്രമാണ പ്രകാരം തന്നെ അവൾക്ക് വേണ്ടി ചില വഴികൾ ദൈവം അവിടെ ഒരുക്കിയിട്ടുകൊണ്ട് പുതിയ വിശ്വാസികളെ നിയമവിശ്വാസികളായ
ആയിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മളുടെ ദൈവം. ഇന്ന് രാത്രികാലം നമ്മുടെ ശൂന്യതകൾ മാറിപ്പോകട്ടെ, നമ്മുടെ പരാജയങ്ങൾ മാറിപ്പോകട്ടെ, നമ്മുടെ നിരാശകൾ മാറിപ്പോകട്ടെ, നമ്മുടെ ഏകാന്തതകൾ മാറിപ്പോകട്ടെ, നമ്മുടെ മരണഭയം വിട്ടുപോകട്ടെ. നമ്മുടെ ആരോഗ്യത്തിന്മേൽ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ദൈവം ചില നന്മകളും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ധാരാളമായി ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് രാത്രികാലം ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവള് അങ്ങനെ ആ വയലിൽ നിന്ന് പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നീ അവരോട് തുടരുതെന്ന് കൽപ്പിച്ചു. അപ്പോൾ അവർ നിൽക്കുന്ന ലോകത്തിലും പ്രതികൂലങ്ങളുണ്ട്, ശത്രുവുണ്ട്, തകർത്ത് കളയുവാൻ സാധ്യതകളുണ്ട്. ഇന്ന് നാം നിൽക്കുന്ന ലോകത്തിലും നമ്മെ തകർത്ത് കളയുവാൻ തക്കവണ്ണം, നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം, നമ്മെ മുഷിപ്പിപ്പിക്കുന്ന, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന, നമ്മളെ ഉപദ്രവിക്കുന്ന സാത്താന്യ ശക്തിയുടെ വ്യാപാരങ്ങൾ പലവിധമായ രീതിയിൽ നമ്മെ അല്ലെങ്കിൽ തകർത്ത് കളയുവാൻ ശ്രമിക്കുമ്പോൾ, അന്ധകാര ശക്തികൾ നമുക്കെതിരെ കടന്നു വരുമ്പോൾ, ഭയങ്കരന്മാരുടെ ചീറ്റകൾ നമുക്കെതിരെ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിൽ ആശ്രയം വെച്ച ദൈവ പൈതലേ, എനിക്കും നിനക്ക് ഭാരപ്പെട്ടു പോകേണ്ട, എനിക്കും നിങ്ങൾക്കും ഭാരപ്പെട്ടു പോകേണ്ടതായ യാതൊരു കാര്യവുമില്ല. കാരണം കൃപയാൽ 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 ദൈവത്തിന്റെ കൃപയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രികാലം ജയമെടുക്കുകയാണ്. ഈ രാത്രി ദൈവവചനം കേൾക്കുന്ന വത്സല്യ ദൈവ പൈതലേ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞായാലും ഈ വചനം ആരെങ്കിലും കേൾക്കുന്നുവെന്ന് വരികിൽ അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ടാകട്ടെ. നിരാശയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെന്ന് വരികിൽ ഇതിനു ശേഷവും അല്ലെങ്കിൽ ആരെങ്കിലും ഈ വചനം കേൾക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുന്ന വചനമാണ്. ദൈവത്തിന്റെ വചനം അതിവേഗം ഓടുന്ന വചനമാണ്. നാം എവിടെ ഇരുന്ന് സംസാരിക്കുന്നു എന്നുള്ളതല്ല, വചനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഹല്ലേലൂയ. നാം കേട്ടു എന്നുള്ളതല്ല വിഷയം, നാം അതെങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഹല്ലേലൂയ. നാം കർത്താവിനെ അറിഞ്ഞു എന്നുള്ളതല്ല വിഷയം, നാം എങ്ങനെ അവനെ അറിഞ്ഞു എന്നുള്ളതാണ് വിഷയം. ആകയാൽ യേശു കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവ പൈതൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഹല്ലേലൂയ. ഏതെല്ലാം തകർച്ചകൾ കടന്നു വന്നാലും, ഏതെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, ഏതെല്ലാം രോഗങ്ങൾ കടന്നു വന്നാലും, ഏതെല്ലാം ദുഃഖങ്ങൾ കടന്നു വന്നാലും അതിന്റെ നടുവിൽ വിടുവിക്കുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട് എന്ന് വിശേഷിയാൽ ഈ പ്രാർത്ഥനാ ധ്വനിയുടെ മാധ്യമത്തിൽ കൂടി ഈ രാത്രി ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ കൂടി നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞകാല അനുഭവങ്ങൾ പ്രാർത്ഥനാ ധ്വനിയിൽ കൂടി കർത്താവിന്റെ ദാസന്റെ ആ പ്രവർത്തനത്തിൽ കൂടി അതിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പടയാളിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അനേകായിരങ്ങൾ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ചതായി കേൾക്കുവാനും അവരുടെ സാക്ഷ്യങ്ങളൊക്കെ നാം എല്ലാവരും കേട്ടിട്ടുള്ളതാകയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആകയാൽ ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ തക്കവണ്ണം ജനമില്ലാതിരിക്കെ, അല്ലെങ്കിൽ ജനങ്ങൾ വാക്കുകളാൽ തന്നെ പറഞ്ഞു പോകുമ്പോൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം പാസ്റ്റർ അവറുകളെയും കുടുംബത്തെയും ആ പ്രസ്ഥാനത്തെയും ദൈവം ഒരുക്കിയതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിശ്ചയമായി പ്രസ്ഥാനത്തിന് നമ്മൾ കൈത്താങ്ങലായിരിക്കും. പ്രസ്ഥാനം എന്ന് പറയാനൊക്കത്തില്ല. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിന് സഹായമായി, ആ പ്രാർത്ഥനാ തുണിയുടെ ഓരോ പ്രവർത്തനങ്ങൾക്ക് സഹായമായിട്ട് നാം കൈകോർക്കുന്നുവെന്ന് വരികിൽ ലോകം മുഴുവനും ദൈവത്തിന്റെ വചനം അറിയുകയും ലോകം മുഴുവനും ആശ്വാസമില്ലാതിരിക്കുന്ന അനേകർക്ക് വിടുതലും ആശ്വാസമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം തന്റെ പ്രവൃത്തി ചെയ്തെടുക്കും. നാം വിശ്വസിച്ചാലും നാം വിശ്വസിച്ചില്ലെങ്കിലും പ്രവർത്തിക്കുന്നവന് ദൈവമാണ്. ഹല്ലേലൂയ. അതേ മറുപടി കൽപ്പിക്കുന്നവൻ നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിൽ നമ്മൾ ആശ്രയം വെക്കുന്നുവെങ്കിൽ, ആ ദൈവത്തിൽ നമ്മൾ പ്രത്യാശ വെക്കുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഭാരപ്പെടേണ്ടതായ യാതൊരു വിഷയം, ഭാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭാരമില്ലെന്നോ രോഗമില്ലെന്നോ അല്ല പറഞ്ഞു വരുന്നത്. ജീവിതത്തിൽ ഭാരത്തിന്റെ നടുവിലും പ്രയാസത്തിന്റെ നടുവിലും രോഗത്തിന്റെ നടുവിലും ദുഃഖത്തിന്റെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും കടഭാരത്തിന്റെ നടുവിലും ആകുലതകളുടെ നടുവിലും ചിന്താഭാരത്തിന്റെ നടുവിൽ ഭയപ്പെടേണ്ട നടുവിലും നിരാശയുടെ നടുവിൽ കൈപിടിച്ചുയർത്തുവാൻ കഴിവുള്ള ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നതെന്ന് വരികിൽ, അഥവാ ആ യേശുവിലേക്ക് ഞാനും നിങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ അവനിൽ ആശ്രയം വെക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം ഈ രാത്രിയിലും വെളിപ്പെടുന്നതിനായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. അന്തരാവൈടകതിരാജനാരകക്ഷമന യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിരാശയുടെ പടുകുഴിയിലായിരിക്കുന്നുവെന്ന് വരികിൽ,
ഭാരത്തിന്റെ നടുവിലായിരിക്കുന്നുവെന്ന് വരികിൽ, രോഗത്തിന്റെ നടുവിലായിരിക്കുന്നുവെന്ന് വരികിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തെ അറിയുവാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ബോവാസിന്റെ നടുവിൽ ഹല്ലേലൂയ വയലിലെത്തിച്ചേണ്ടതായ രൂത്തിന്റെ ജീവിതത്തിൽ ആകമാനം ഒരു മാറ്റം സംഭവിക്കുകയാണ്. ആരും അവളെ തൊടാതിരിക്കേണ്ടതിന്, ആരും അവളെ ഉപദ്രവിക്കാതിരിക്കത്തക്ക രീതിയിൽ ബോവാസ് തന്റെ ഭൃത്യന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ദുഷ്ടലോകത്തിന്റെ നടുവിൽ എന്നെയും നിന്നെ തൊടുവാൻ ഇടയാകാത്ത രീതിയിൽ ദൈവം തന്റെ ദൂതന്മാരാൽ അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടതിനായിട്ട് അവൻ ദൈവത്തോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. തുന്നോട് പിന്നെ നമ്മൾ മുന്നോട്ട് വായിച്ചു കൊള്ളുമ്പോൾ ഹല്ലേലൂയ, അവൾക്ക് വേണ്ടി നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന് ഭാര്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾക്ക് വേണ്ടി, അവൾക്ക് സ്വന്തമായി കുടിച്ച് അല്ലെങ്കിൽ കയറി അധ്വാനിക്കുന്നതിന് പകരമായിട്ട് അവൾക്ക് വേണ്ടി ദാനമായി വെള്ളം എടുത്തു കുടിക്കത്തക്ക രീതിയിൽ അനുവാദം കൊടുക്കുന്ന ഒരു ബോവാസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യമറിഞ്ഞ് നമ്മുടെ ക്ഷീണത്തിൽ നമ്മുടെ ദാഹം പോറ്റുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ദാഹത്തെ മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കുവാൻ തക്കവണ്ണം കരുത്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ ജീവിതയാത്രയിൽ അവരുടെ ഇല്ലായ്മയുടെ നടുവിൽ ദൈവത്തിന്റെ കൃപ അവർക്ക് വേണ്ടി ഇറങ്ങി നിന്നു. ആഹാരമില്ലാതെ നിലവിളിച്ചപ്പോൾ അവരുടെ കൂടാരങ്ങൾക്ക് ചുറ്റുമായി ഹല്ലേലൂയ അതിരാവിലെ എഴുന്നേറ്റ് മന്ന പൊഴിച്ചു കൊടുത്ത ദൈവമാണ്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറക്കിയെടുക്കുവാൻ പാകത്തിൽ, പിടിച്ചെടുക്കുവാൻ പാകത്തിൽ ഹല്ലേലൂയ 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 കാടപ്പക്ഷികളെ പറത്തു നിർത്തിയ ദൈവമാണ് എന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ജനത്തെ വഴി നടത്തുവാൻ തക്കവണ്ണം എന്റെ ദൈവം ശക്തനായിരുന്നുവെങ്കിൽ നമ്മെയും നടത്തുവാനും നമ്മെയും പുലർത്തുവാൻ ശക്തനായൊരു ദൈവമാണ് എന്റെ ദൈവം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. പുതിയ ദൈവത്തിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവഭക്തന്മാരുടെ പ്രയാസങ്ങളുടെ നടുവിൽ, ആശ്രയിച്ചവരുടെ നടുവിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ പിളർന്നവരെ പുറത്തു കൊണ്ടുവന്ന ദൈവിക വചനങ്ങൾ ഇന്ന് രാത്രികാലം ഓർക്കുന്നു. ഹല്ലേലൂയ. ഹരഗതികത്തിന്റെ അന്ധകാര ശക്തികളിൽ പുറത്തു വരുവാൻ കഴിയാത്ത രീതിയിൽ അടയ്ക്കപ്പെട്ട മേഖലകളിൽ ദൈവജനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കൃപയിൽ ഞാനും നിങ്ങളും ആശ്രയിക്കുന്നുവെന്ന് വരികിൽ നമ്മെ പിടിവിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും കാരാഗ്രഹത്തിൽ കിടക്കുന്നതായ സമയത്ത് പ്രൈസ് ദി ലോർഡ് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ച ഒരു ജനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൽ ആശ്രയം വെച്ചവരെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ അല്ലെങ്കിൽ ദൈവപാദപീഠത്തിലിരുന്ന് ദൈവജനത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നവരുടെ പ്രാർത്ഥന കൈക്കൊള്ളുന്ന ദൈവമെന്നും അവനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം ഓരോരോ വാതിലുകൾ തുറന്നു കൊടുത്തുവെന്നും വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ നിശ്ചയമായും ഹല്ലേലൂയ ഇത് സാങ്കല്പിക കഥകളല്ല, പിന്നെയോ ഇത് പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പ്രവർത്തികളാണെന്നുള്ള കാര്യം ഞാനും നിങ്ങളും മറന്നു പോകാതിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമായിരിക്കും. ഹല്ലേലൂയ. ആകയാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഹല്ലേലൂയ ദൈവദാസന്റെ കുടുംബത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എല്ലാ ചാപ്റ്ററുകൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഓരോ ദിവസവും അനേക രോഗികൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം പേരെടുത്ത് പറഞ്ഞു പ്രാർത്ഥിക്കുന്നതായി നമുക്ക് മീഡിയയിൽ കൂടി കാണുവാനും കേൾക്കുവാനും ഒക്കെ കഴിയുന്നുണ്ട്. ആ ദൈവദാസനെ ഓർത്ത് പിന്നെയും ഞാൻ ദൈവത്തെ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം പ്രിയ മകനിൽ കൂടി പ്രവർത്തിച്ചതിനായി ദൈവത്തെ പിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവർക്ക് കോരി കുടിക്കുവാൻ തക്കവണ്ണം ബാല്യക്കാരി കോരി വെച്ചതായ വെള്ളം കോരി കുടിക്കത്തക്ക രീതിയിൽ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലത്തക്ക രീതിയിൽ ഹല്ലേലൂയ ആ ഒരു ശുശ്രൂഷയിലേക്ക് മടങ്ങി വരത്തക്ക രീതിയിൽ ദൈവം അവളെ ഒരുക്കിയെങ്കിൽ നമ്മെ എത്രയധികമായി സ്നേഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നെ ഞാൻ മുന്നോട്ട് വരട്ടെ. 12-ാം വാക്യത്തിൽ നമ്മൾ കുറിവാക്യമായി വായിച്ചല്ലോ, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറലിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് പൂർണ്ണ പ്രതിഫലം. ഒന്ന് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. രണ്ട്, നിന്റെ
നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രതിഫലം തരുവാൻ കഴിവുള്ളൊരു ദൈവമാണ്. ഹല്ലേലൂയ. അവൻ പ്രതിഫലം തന്നു മാനിക്കുന്ന ദൈവമാണ്. അവൻ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്ക് അനേക പ്രതിഫലങ്ങൾ ദൈവം കൊടുക്കുന്നതായി കാണുവാനായി സാധിക്കും. ഈ ലോകത്തിൽ മാത്രമല്ല, പിന്നെയോ കർത്താവ് നാം ഈ ലോകം വിട്ട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുമ്പോഴും നമുക്ക് വേണ്ടി അനേക ഹല്ലേലൂയ പ്രതിഫലമായിട്ട് കിരീടങ്ങളും മറ്റും വാഗ്ദാനം ചെയ്തിരിക്കുന്നതായിട്ട് ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. വിശേഷിയാൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ ഞാൻ 15-ാം വാക്യം നേരത്തെ വായിച്ചായിരുന്നല്ലോ. അവൾ പിറക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് തന്റെ ബാല്യക്കാരോട് അവർ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്ക് പിറക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നതായി കാണുവാനായിട്ട് സാധിക്കും. ബാല്യക്കാർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവൾക്ക് വേണ്ടി കതിർമണികൾ വലിച്ചിട്ട് കൊടുക്കത്തക്ക രീതിയിൽ സാഹചര്യത്തിന് മാറ്റം വന്നു. മുമ്പേ അവൾ പിറകെ പറക്കിക്കൊണ്ട് നടക്കുകയാണ്. വീണ് കിടന്നത് പറക്കിക്കൊണ്ടിരുന്നതാണെങ്കിൽ പിന്നത്തേതിൽ അല്ലേലിയ കതിർമണികൾ അവൾക്ക് വേണ്ടി വലിച്ചിട്ട് കൊടുക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ കണ്ട് അല്ലെ പ്രമാണപ്രകാരം അല്ലേലിയ വയലിൽ കൊയ്യുന്നതായ സമയത്ത് അതിന്റെ അതിര് ചേർത്ത് കൊയ്യരുതെന്നൊക്കെ പ്രമാണമുണ്ട്. അപ്പൊ അതൊക്കെയും അവകാശപ്പെടത്തക്ക രീതിയിൽ ദൈവം അവൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ബോവാസ് അവൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തതായിട്ട് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദലെ ഈ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. വലിയ പ്രാവശ്യം ഇതിന്റെ മെസ്സേജുകളൊക്കെ നിങ്ങൾ കേട്ടിരിക്കുന്നതായിരിക്കാം. എന്നാലും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന ഒരുവന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവമാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. നാം സർവശക്തന്റെ നിഴലിൻ കീഴിലാണ് പാർക്കുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. സർവശക്തന്റെ നിഴലിൻ കീഴിൽ നമ്മൾ പാർക്കുമ്പോൾ ഈ ലോകത്തിലുള്ളതായ ഒരുവിധമായ ഉഷ്ണവും തട്ടാകുവാൻ ഇടയാകാതെ ദൈവം നമ്മെ പരിപാലിച്ച് കാവൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. ഉഷ്ണങ്ങൾ കടന്നു വരാം, പ്രതികൂലങ്ങളൊക്കെ കടന്നു വരാം. ഹല്ലേലൂയ. എല്ലാവരും എല്ലാ രീതിയിലും പൂർണ്ണതയിലല്ല. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നു യേശുക്രിസ്തു നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ കഷ്ടങ്ങൾ കണ്ട് ഞാനും നിങ്ങളും പുറകോട്ട് പോകരുത്. ക്രിസ്ത്യാനിയായിട്ട് കടന്നു വന്നാൽ എല്ലാം അങ്ങ് സുന്ദരമാകുമെന്നല്ല ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നത്. ആ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് മാത്രമാണ് ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ്. അത് രോഗമായാലും കൊള്ളാം, ദുഃഖമായാലും കൊള്ളാം, ശത്രുവിന്റെ ഉപദ്രവമായാലും കൊള്ളാം, പൈശാചികളുടെ വ്യാപാരങ്ങളായാലും കൊള്ളാം, ഏത് ശക്തിയായാൽ തന്നെയും അതിൽ നിന്നൊക്കെയും വിടുതൽ കൊടുക്കുവാൻ കഴിവുള്ള ദൈവത്തിൽ നാം ആശ്രയം വെച്ച് മുന്നോട്ട് പോകുന്നുവെന്ന് വരികിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ വിടുതലുണ്ട്, ആശ്വാസമുണ്ട് എന്ന് ഞാൻ ഇത് രാത്രികാലം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഏകദേശം എന്റെ സമയം ഇവിടെ തീരുവാൻ പോകുകയാണ്. ഇത്രത്തോളം ദൈവസന്നിധിയിൽ ഇരിക്കുവാനും അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നിങ്ങളെ കേൾപ്പിക്കുവാൻ ഇടയായിത്തീരും. ഈ വചനം മുഖാന്തരം ഒരു വ്യക്തിയെങ്കിലും കേട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തുവരെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ഒരു വ്യക്തി അത് താങ്കളായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ കൽപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതാണ്. വചനത്താൽ വിടുതലുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നിർത്തുവാൻ കഴിവുള്ളൊരു ദൈവമാണ്. കുലുങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും, തകർന്നു പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങൾ നിരാശപ്പെട്ടു, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിരാശപ്പെട്ടു പോകുവാനിടയാകാതെ ആശ്വാസദായകനായ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കവനം സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത്രത്തോളം ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗം നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഈ ശുശ്രൂഷയുടെ മുമ്പിൽ പ്രവർത്തിച്ചവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അവസരം തന്ന ദൈവദാസനായി കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷിയാല് പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുവാനായിട്ട് ചില വിഷയങ്ങൾ കൂടിയുണ്ട്. ആകയാൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുകയാണ്. ഇന്ന് രാത്രി പേര് പറഞ്ഞതായ 2 വ്യക്തികളുടെ പേരുകൾ കർത്താവിന്റെ ദാസൻ എന്നെ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി വിശേഷിയാൽ ഇന്ന് രാത്രികാലം നാം പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാമല്ലോ. റാന്നിയിൽ കുന്നം ഷാരോൺ സവാംഗമായ പുതുപ്പറമ്പിൽ ബ്രദർ ജോസഫിന്റെയും സിസ്റ്റർ ജോളിയുടെയും 3 വയസ്സുള്ള അന്നാമോൾ, കിണ്ണിക്കുള്ളിൽ മുഴയായി ട്രിവാൻഡ്രം
RCCയിൽ മെയ് 11 ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. ഇപ്പോൾ ഡിസ്ചാർജായി ഭവനത്തിൽ വിശ്രമിക്കുന്നു. തുടർന്നും കീമോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ മകൾക്ക് വേണ്ടി നമുക്ക് ആദ്യമായിട്ട് പ്രാർത്ഥിക്കാമല്ലോ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രിയ നമുക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ള കർത്താവേ, ഞാനും കർത്താവേ ദൈവദാസനും കുടുംബവും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഞങ്ങൾ ഒന്നിച്ച് ദൈവസന്നിധാനത്തിൽ ആ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് സൗഖ്യം കൊടുക്കുവാൻ കഴിവുള്ള ദൈവമാണ്. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവമാണ് കർത്താവേ. ഓപ്പറേഷൻ സക്സസ്സായി ചെയ്തെടുക്കുവാൻ ഇടയായി തീർന്നു. വേഗത്തിൽ കർത്താവേ, ഈ നിമിഷം തന്നെ അവൾക്ക് വേണ്ടി ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരമങ്ങ് ചലിപ്പിച്ച് പൂർണ്ണമായൊരു സൗഖ്യം ആ മകൾക്ക് കൽപ്പിക്കുമാറാകണമെന്ന് ദൈവമായ കർത്താവേ, അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നല്ല കർത്താവേ. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കുക. സ്തോത്രം കർത്താവേ. യാതൊരുവിധമായ ഭാരങ്ങളോ പ്രയാസങ്ങളോ കടന്നു വരുവാനിടയാകാതെ തിരുഹിത പ്രകാരം കർത്താവേ, അവൾ നല്ല രീതിയിൽ ആരോഗ്യം പ്രാപിച്ച് ബലം പ്രാപിച്ച് പൂർണ്ണ സൗഖ്യത്തോടും സമാധാനത്തോടും കൂടെ വളർന്നു വരുവാനും കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാധ്വനിയുടെ ഡൽഹി UP ചാപ്റ്റർ കോർഡിനേറ്റർ ബ്രദർ സജു ബ്രദർ കാലിലെ ഒരു സർജറി നടന്ന് ഭവനത്തിൽ വിശ്രമിക്കുന്നു. ആ സഹോദരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ സജുവിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിപ്പിക്കുമാറാകണമേ. അവന്റെ കാലിലുണ്ടായ ആ സർജറി കർത്താവ് ഏത് വിഷയമാകുന്നു ഞങ്ങൾക്കറിയുന്നില്ല. സ്വർഗം അറിയുന്നതിനായി സ്തുതിക്കുന്ന കർത്താവേ, ആ സർജറി സക്സസ്സായി പൂർണ്ണ ചെയ്തെടുക്കുവാൻ സ്വർഗമിടയാക്കിയതിനായി സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രികാലം അവന് വേണ്ടി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ ഒരു ഹീലിംഗ് കർത്താവ് കൽപ്പിക്കണമേ. ഏത് രോഗമായാലും അങ്ങ് സൗഖ്യം കൊടുക്കുവാൻ കഴിവുള്ള ദൈവമാണല്ലോ കർത്താവേ. എല്ലാ നല്ല ദാനങ്ങളാലും നിന്റെ മകനെ നിറയ്ക്കണമേ. പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് ഞാൻ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു എന്ന് പറയുന്ന സാക്ഷ്യം ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമേ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം പ്രാർത്ഥനാധ്വനിയിൽ കൂടെയും അല്ലാതെയും വിവിധങ്ങളായ രോഗങ്ങളാലും ദുഃഖങ്ങളാലും ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ രാജ്യത്തിൽ ഭാരപ്പെടുമ്പോൾ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായി ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിയാല് കർത്താവെ, ഇന്ന് രാത്രിയിൽ കർത്താവെ കുവൈറ്റില് ഹല്ലേലൂയ ആ തീപിടുത്തത്തില് അനേക പ്രിയപ്പെട്ടവർ ഈ ലോകം വിട്ടുപോകുവാനിടയായി സമാധാനമില്ലാതെ ഇരിക്കുന്ന മാതാപിതാക്കൾക്കായി അവരുടെ കുടുംബങ്ങൾക്കായി ഒക്കെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആശ്വാസം കൊണ്ട് അവരെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക പ്രിയപ്പെട്ടവർ കർത്താവ് ബന്ധുക്കൾ അല്ലെങ്കിൽ പൊള്ളലേറ്റപ്പെട്ടവരായി ഹോസ്പിറ്റലിൽ കഴിയുന്നല്ല കർത്താവെ, ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം ഇന്ന് രാത്രികാലം അവർ നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നല്ലോ. പൂർണ്ണമായ സൗഖ്യത്തോടെ ഇനി ആരും കർത്താവെ ഈ ലോകം വിട്ടുപോകുവാനിടയാകാതെ കർത്താവെ ഹല്ലേലൂയ പൂർണ്ണമായ സൗഖ്യം കൊടുത്ത് ആരോഗ്യത്തോടെ എല്ലാവരെയും കർത്താവ് പുറത്തു കൊണ്ടുവരുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നല്ല കർത്താവേ. സന്ധ്യാസമയം അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ മഹത്വം എന്റെ കർത്താവിനും തരുന്നു. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്കായി സ്തോത്രം. യേശുവിന്റെ പുണ്യ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഇത്രത്തോളം ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സമയം തന്ന കർത്താവിന്റെ ദാസൻ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയലിനോടും കുടുംബത്തോടും എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മേ ഗോഡ് ബ്ലസ് യു.